കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. ഞാൻ കള്ളം, പച്ചക്കള്ളം, നുണ തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അടിസ്ഥാനരഹിതവുമാണ്. ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ എന്നെ ദയവായിട്ട് അനുവദിക്കണം. അതിൽ ഒരു കാര്യം എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ ദയവായിട്ടൊന്ന് പരിശോധിക്കണം. ആ പ്രകടന പത്രികയിൽ വയോജന ക്ഷേമത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കും എന്നായിരുന്നു. ഇപ്പൊ എത്രയാണ് പെൻഷൻ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി ഈ പെൻഷനുകളുടെ ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഞാൻ വളരെ വേഗം പറഞ്ഞു പോകാം. 980 കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി ആരംഭിച്ചത്. 45 രൂപയായിരുന്നു 80 നായനാർ ഗവൺമെന്റ്. അന്ന് ഞാൻ ഇത് പറയാൻ കാരണം, അന്ന് കോൺഗ്രസ് അതിനെതിരെ സമരം സംഘടിപ്പിച്ച പാർട്ടിയാണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. കർഷക തൊഴിലാളിക്ക് പെൻഷനോ എന്ന് പുച്ഛിച്ചവരാണ്. അതിനെതിരെ കേരളം മുഴുവൻ സമരം നടത്തിയവരാണ് നിങ്ങൾ. 82 നിങ്ങളുടെ ഗവൺമെന്റ് വന്നു, 5 കൊല്ലം ഭരിച്ചു. നിങ്ങൾ വേണമെങ്കിൽ ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ ഒരു 5 രൂപ കൂട്ടി 50 ആക്കായിരുന്നു. ഒരു പൈസ നിങ്ങൾ കൂട്ടിയിട്ടില്ല. പിന്നീട് വന്ന LDF ഗവൺമെന്റാണ് വീണ്ടും കൂട്ടിയത്. നിങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ ക്രമാനുഗതം ഇടതുപക്ഷ ഭരണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവസാനം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആദ്യം 400 ആയും പിന്നീട് 525 ആയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 525 ആയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ പെൻഷൻ 1400 ആണേ. ഇനി അടുത്ത മാസം മുതൽ അത് 1500 ആകാൻ പോവുകയാണ്. അതാണ് പറഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇതിലെ വെട്ടിക്കുറവിനെ കുറിച്ച് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കരുത്, നമ്മൾ വസ്തുതാപരമായി തന്നെ സംസാരിച്ചു പോകണം. ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലെ അപാകതകളെ കുറിച്ച് C&AG റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇരട്ട പെൻഷൻ വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ കുറെ പേരുടെ പെൻഷൻ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് തോന്നുക. UDF ഗവൺമെന്റിന്റെ കാലത്ത് 2016 നിങ്ങൾ അധികാരമൊഴിയുമ്പോൾ പെൻഷൻ അർഹതയുണ്ടായിരുന്നവർ 33.99 ലക്ഷം പേരാണ്. 34 എന്ന് റൗണ്ട് ചെയ്തോളൂ. ഇപ്പോ ഈ നവംബർ മാസത്തിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ പെൻഷന് അർഹരായിട്ടുള്ളവരുടെ എണ്ണം 60.31 ലക്ഷമാണ്. അപ്പൊ ആളുകൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇനി നിങ്ങൾ 2016 അല്ല ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, കൺഫ്യൂഷൻ അങ്ങ് തീർത്തു പോവാൻ എനിക്ക് ഈ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. 2016 ഇവർ അധികാരം ഒഴിയുമ്പോൾ പ്രതിമാസം ക്ഷേമ പെൻഷന് വേണ്ടി ആകെ ഖജനാവിൽ നിന്ന് ചെലവായിരുന്ന തുക 272 കോടിയാണ് ഒരു മാസം. എന്നാൽ ഇപ്പോ 2020 പ്രതിമാസ പെൻഷന് വേണ്ടി ചെലവാകുന്ന തുക 710 കോടിയാണ്. ഇതാണ് വ്യത്യാസം. നിങ്ങൾ 272, ഇപ്പോ 710 കോടി. UDF ഗവൺമെന്റിന്റെ 5 കൊല്ലം നിങ്ങൾ ആകെ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്തിരുന്നത് തുക ആകെ കൂട്ടിയാൽ 9311 കോടിയാണ്. ഞങ്ങൾ ഈ 4.5 കൊല്ലത്തിനിടയിൽ വിതരണം ചെയ്ത തുക 30,515 കോടിയാണ്. പിന്നെ നിങ്ങൾ അവസാനം 18 മാസം വരെ കുടിശ്ശിക